Now let's welcome Aju Paul to introduce the new committee. Hello. Okay. ഇതാണ് ഈ എൻറ്റയർ ഇവൻറ്റിലെ മോസ്റ്റ് എൻ്റർടൈനിങ് ഇതുവരെയുള്ള എല്ലാ പെർഫോമൻസസ് വാസ് ഓസം. ദ കിഡ്സ്, തട്ടൻപുറം, എവറിബഡി ഈസ് ഗ്രേറ്റ്. പക്ഷേ ഇതാണ് ഞങ്ങളുടെ ഹിഡൻ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇവൻറ്റ്. ഈ ഇവൻറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേകമായ ഒരു സന്തോഷമുണ്ട്. ബിക്കോസ് ദിസ് ഇസ് വെൻ ഈ അമേരിക്കൻ സിസ്റ്റത്തിൽ പീസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് പവർ എന്നാണ് പറയുക. അപ്പോൾ ആ പീസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് പവറാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ കമ്മിറ്റി ഞങ്ങൾ ഒരുപാട് നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഫസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ തന്നു. അപ്പോൾ ആ ഫസ്റ്റിൻ്റെ ലാസ്റ്റായിട്ട് ഞങ്ങൾ വീണ്ടും ഒരു ഫസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം, the very first time in the history of HRMA, the incoming committee has 4 women members. അതൊരു മാറ്റർ ഓഫ് പ്രൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നതിനും നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ 4 women പവേഴ്സിനെയാണ് ആദ്യം വിളിക്കാൻ പോകുന്നത്. അതിൽ ദ വെരി ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഗസ് ചെയ്യാൻ ഞാൻ ചാൻസ് തരുന്നു. ഈ വ്യക്തി HRMA എന്ന് പറയുന്നതിൻ്റെ ഒരു സിനോണിമാണ്. സ്റ്റേജിന് മുമ്പിലും പുറകിലും നേരത്തെയും ഇന്നും നാളെയും ഉള്ള കമ്മിറ്റിയിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? യെസ്, none other than Chanchal Rachel Jacob. Please come on stage. ചഞ്ചൽ ഇല്ലാണ്ട് HRMA ഇല്ല. സോ ഹാപ്പി ടു ഹാവ് യു വൺസ് അഗൈൻ. ഞാനും ചഞ്ചലും പല കമ്മിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എ ജോയ് ടു സീ ചഞ്ചൽ കം ഓൺ ബാക്ക്. സോ ചഞ്ചൽ ഇസ് ദ ഫസ്റ്റ് നെയിം. ഇനിയുള്ള 3 പേരും നിങ്ങൾക്ക് വളരെ സുപരിചിതരാണ്. പക്ഷെ ഇവർക്ക് ഒരേ ഒരു ക്വാളിറ്റി ഉണ്ട്, അവരെ കോമൺ ആയിട്ട് കണക്ട് ചെയ്യും. ഇവരെല്ലാവരും HRMAയുടെ കടുത്ത സപ്പോർട്ടേഴ്സാണ്. ഇവർ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ അണിയറയിൽ നിന്നും മുൻനിരയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ ഈ 3 പേരുകൾ ആരാണ്? ഇവിടെ ഉണ്ട് 3. ഞാൻ പറഞ്ഞ 4 സ്ത്രീകളുണ്ട്, അതിൽ ഒരാളിവിടെ ഉണ്ട്. ബാക്കി 3 പേര്, the golden 3 ഇല്ല. ഓക്കെ, നമുക്കെന്നാ ഇനി റാൻഡം ഓർഡറിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പേര്, കഴിഞ്ഞ വർഷം ഇതേ പരിപാടിക്ക് അവിടെ ബാക്കിൽ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കൗണ്ടർ എന്തായിരുന്നു? കറക്റ്റ്, ലക്ഷ്മി. ആ കൗണ്ടറിൽ വിറ്റ അച്ചാറും പിക്കലും കേക്കിനും ഒക്കെ പുറകിൽ ഒരാളുണ്ടായിരുന്നു. അത് ലക്ഷ്മി കരുണാകരനാണ്. സോ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ലക്ഷ്മി കരുണാകരൻ. ഇനിയുള്ളത് ഇച്ചിരി ക്വസ്റ്റാണ്. നമ്മുടെ വിമൻസ് ഫോറത്തിന് വേണ്ടി സ്നിത സംസാരിച്ചു. അപ്പോൾ സ്നിത സംസാരിച്ചപ്പോൾ പറഞ്ഞു, വിമൻസ് ഫോറം നടത്തിയ ഫസ്റ്റ് പ്രോഗ്രാം ആരൊക്കെ ശ്രദ്ധിക്കണം എന്നറിയാമല്ലോ. ഫസ്റ്റ് പ്രോഗ്രാമിന് സെലക്ട് ചെയ്ത ഒരാളുടെ പേര് പറഞ്ഞു, അതാണ് അടുത്ത ആൾ. കറക്റ്റ്, none other than Dr. Naseem Shahjahan. So please come on stage. അപ്പം ലാസ്റ്റ് പേര് ആരായിരിക്കും? ഈ പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞു ചഞ്ചലിനെ പറ്റി പറഞ്ഞല്ലോ, ഇതുവരെ HRMAക്ക് എന്നും ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള. അപ്പം ഈ പേരിൻ്റെ ഫസ്റ്റ് ഭാഗം കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ആ പേര് മാറ്റി, ആ പേരിൻ്റെ വാല് നിലനിർത്തിക്കൊണ്ട് തല മാറ്റി. കാരണം ആ പേരിൻ്റെ വാലില്ലെങ്കിൽ HRMA ഇല്ല. അപ്പൊ പുതിയ തലയുള്ള അതേ വാലുള്ള ഒരാൾ ആരായിരിക്കും? കേട്ടില്ല
എന്തൊക്കെയോ എൻ്റെ സുഹൃത്ത് അനിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ പേരിന്റെ ലാസ്റ്റ് നിസ്രാജാണ്. അപ്പൊ ഫസ്റ്റ് എന്തായിരിക്കും? ഒരു ലേഡിയാണ്. ലിൻഡ നിസ്രാജ്, പ്ലീസ് കം ഓൺ സ്റ്റേജ്. അപ്പൊ ഇവര് 4 പേരുമാണ് പുതിയ കമ്മിറ്റിയിലെ ഇൻകമിങ് സ്ട്രെങ്ത്. അപ്പൊ ഇവര് മാത്രമല്ല, അപ്പൊ 4 സ്ത്രീകളുള്ളപ്പോൾ അതിനൊരു സിമെട്രി വേണം. അപ്പൊ സിമെട്രിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 4 പുരുഷന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പുരുഷന്മാരും സ്ത്രീകളും മാത്രമല്ല ഒരു കമ്മിറ്റിയിലുള്ളത്. നമുക്കിവിടെ കരുത്തുള്ള ഒരു യൂത്ത് ഉണ്ട്. അപ്പോൾ ആ യൂത്തിനെ നയിക്കാൻ നമ്മളൊരു യൂത്ത് ലീഡറിനെ തിരഞ്ഞെടുത്തു. ആ യൂത്ത് ലീഡറും പ്രൗഡ് ടു സേ ഇസ് ഫ്രം ദ ഫെയറർ ജെൻഡർ. ഇറ്റ് ഇസ് നൺ അതർ ദൻ ആൻ ചെറിയാൻ. ആൻ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. അപ്പോൾ now since we have all the fairer part, അവർക്കൊരു ബാലൻസ് ചെയ്യാൻ നമുക്ക് ബാക്കിയുള്ളവരെ വിളിക്കാം. അടുത്ത 2 പേരും HRMയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതിലൊരാളോട് ഞങ്ങൾ കുറേ നാളായിട്ട് പറയുന്നു കമ്മിറ്റി ചേരാൻ, പുള്ളി പിടികൊടുക്കില്ല. മറ്റേ ആളാണെങ്കിൽ എപ്പോഴും പുഞ്ചിരിച്ച് HRMയോട് സഹകരിക്കും, പക്ഷെ പുള്ളി നാടകം മാത്രമേ ചെയ്യും. ഈ 2 പേര് ആരായിരിക്കും? സഹകരിക്കുന്ന ആൾക്കാരാണ്. ഒരാൾ ഉറപ്പി നടന്ന്, പക്ഷെ ഇവിടെ ഒക്കെ ഉണ്ട്, കമ്മിറ്റി കയറില്ല. രണ്ടാമത്തെ ആൾ സഹകരിക്കും, പുഞ്ചിരിയോട് കൂടി സ്റ്റേജിൽ കയറും, പക്ഷെ നാടകം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഉണ്ടോ? ഓക്കെ, അന്ന് നാടകക്കാരനെ നമുക്ക് ആദ്യം വിളിക്കാം. ആ പുഞ്ചിരി മുഖത്തോടു കൂടി എപ്പോഴും നാടകം ചെയ്യുന്നത്, ഇനി മുതൽ നിങ്ങൾ കമ്മിറ്റിയിൽ സ്ഥിരം കാണാൻ പോകുന്നത് മറ്റാരുമല്ല, വിവേക്. വിവേക്, പ്ലീസ് കം ഓൺ സ്റ്റേജ്. അപ്പം അടുത്ത ആളാരായിരിക്കും? എപ്പോഴും സഹകരിക്കും, കമ്മിറ്റി കയറില്ല. ഈ പുള്ളിക്ക് 2-3 പേരുമുണ്ട്. അപ്പം അതുകൊണ്ട് പുള്ളി ഏത് പേരിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ചൈനല്ല, ചൈനയുടെ അടുത്ത് വേണേ വരും. ഈ പുള്ളി അറിയപ്പെടുന്നത്, ഞാൻ ആദ്യം വന്നപ്പം പുള്ളിയുടെ ശരിക്കുള്ള പേര് ഫോർമൽ പേരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചു വേറൊരു പേരിൽ സംസാരിച്ചപ്പോൾ ഞാനങ്ങ് വന്നിട്ടുണ്ട്, ഇത് ആരുണ്ടായത്? ഇത് നൺ അതർ ദൻ അലക്സ് ബാബൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ബിജു ചേട്ടൻ. അപ്പൊ ഇവര് 2 പേരായ സ്ഥിതിക്ക് കുറച്ച് തഴക്കവും പഴക്കവും വന്ന 2 പേരെ കൂടെ ചേർത്താന്ന് വിചാരിച്ചു. ഇവര് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്, ഇവിടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്തു തരുന്ന 2 വ്യക്തികളാണ്. ഇവരെ ഞാൻ ഗസ് ചെയ്യുന്നില്ല, കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. None other than Cyril and Shiju Philippos. So please come on stage. ഇപ്പം 8 + 9 ഒരാൾ 9 പേരായി. ഇനി ഇവരെ നയിക്കാൻ നമുക്ക് കരുത്തുറ്റ ഒരു നേതൃത്വം വേണം. അപ്പം ആ നേതൃത്വത്തിനായി ഞങ്ങൾ ഒരുപാട് പേരുടെ പുറകെ നടന്നു. പക്ഷെ അവരെ ഞങ്ങൾ ക്വാളിഫൈ ചെയ്ത്, കാരണം ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ച HRMയെ ഇനിയും ഉയരങ്ങളിൽ കൊണ്ടുപോകാൻ പ്രാപ്തരായ ഒരു നേതൃത്വം വേണം. അങ്ങനെയെങ്കിലൊന്നും ഞങ്ങൾ കൊടുത്തില്ല. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോ മണി നോ HRM. അപ്പം ഈ മണി എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിൾ കാര്യം നന്നായിട്ട് ചെയ്യാൻ എപ്പോഴും വളരെ ഞാൻ എപ്പോൾ വിളിച്ചാലും എപ്പോഴും വളരെ സൗമ്യമായി എന്നോട് ചിരിച്ചുകൊണ്ട് ഓക്കെ അത് നമുക്ക് ശരിയാക്കാം, പേടിക്കണ്ട എന്ന് എപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന് എൻ്റെ അയൽവക്കത്തുള്ള എൻ്റെ അയൽക്കാരനായ കൂട്ടുകാരനായ ജോബി ഇസ് our new treasurer. ഈ അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്.
അപ്പം സത്യം പറഞ്ഞ പ്രസിഡന്റിനെല്ലാം പണിയേണ്ടത് സെക്രട്ടറിയാണ്. ഇതിനു മുമ്പായിട്ടുണ്ടായ സെക്രട്ടറിമാരെല്ലാവരും വളരെയധികം അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ അധ്വാനിക്കാൻ റെഡിയായ ആരുണ്ട്. ആ ചോദ്യത്തിന് ഞങ്ങൾ അന്നും ഇങ്ങും തപ്പി കഴിഞ്ഞ് അവസാനം നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആ കൂടെയുള്ള ആളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് താടി വളർത്തും, പിന്നെ അത് ട്രിം ചെയ്യും, പിന്നെ ചിരിക്കും, അങ്ങനെ പല പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഉണ്ടാവുകയും ഇപ്പം ഈ പോസ്റ്റ് എടുക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്ത നമ്മുടെ വളരെ നല്ലൊരു കൂട്ടുകാരനായ പ്രകാശ് നായരാണ്. പ്രകാശ് ഇനിയുള്ളത് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. അവർ തമ്മിലൊരു സിങ്ക് വേണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരാൾ ഇച്ചിരി കലയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പുതിയ വൈസ് പ്രസിഡന്റ് ഒരു കലാകാരനാണ്. പക്ഷെ ഈ കലാകാരൻ എന്നറിയപ്പെടുന്നതിൽ കൂടുതൽ പുള്ളി എപ്പോഴും ഈ സ്റ്റേജിൽ കാണുന്നത് ഒരു സെൽഫി എടുപ്പുകാരനായിട്ടാണ്. അപ്പം നിങ്ങൾ ആ ക്ലൂ പിടിച്ചറിഞ്ഞാൽ ഈ ആളുടെ പേര് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കും. ആ പുള്ളി ഇന്നും ഒരു സെൽഫി എടുത്തു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ആളെ പിടികിട്ടും. ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? അതെ, ആരോ പറഞ്ഞു അവിടെ പേര് അജിത്. സോ അജിത്, പ്ലീസ് കം ഔട്ട്, ദ ന്യൂ വൈസ് പ്രസിഡന്റ്. ഇതാണ് ഇനിയുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. അപ്പം അതുകൊണ്ട് എളുപ്പതി പേര് പറയില്ല. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ നമ്മൾ പറഞ്ഞു ഇവരെയൊക്കെ നയിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രസിഡന്റിന് പല ഗുണങ്ങളും വേണം. അപ്പോൾ അത് തപ്പി നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച പുതിയ പ്രസിഡന്റ് ഒരു കലാകാരനാണ്, ഒരു കലവറക്കാരനാണ്, ഒരു വലിയ കൂട്ടുകാരനാണ്. ഇത്രയും പോരെ, ഇനി ഞാൻ വർണ്ണിക്കണോ? ഇനിയും വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കും ഒന്നിലധികം പേരുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് പേരിൽ വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരു പ്രസിഡന്റായ ഫിലിപ്പ് ഐപ്പ്, ഷിബു, അച്ചായൻ എന്നീ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഫിലിപ്പ് അച്ചായൻ. സോ പ്രസിഡന്റ്, സോ ഇതാണ് നിങ്ങളുടെ പുതിയ കമ്മിറ്റി ഫോർ 2025-2027. നിങ്ങൾക്ക് എല്ലാവർക്കും പഴയ കമ്മിറ്റിയുടെ പേരിൽ ഓൾ ദി ബെസ്റ്റ്, വെൽ വിഷസ്. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഹോപ്പ് യു ടേക്ക് HRMA ടു ഗ്രേറ്റ് ഹൈറ്റ്സ്. താങ്ക് യു വെരി മച്ച്. ഇവരുടെ എല്ലാവരുടെ ഒരു ഫോട്ടോ എടുത്തേക്ക് ആൻഡ് പ്ലീസ് ഡു കൺഗ്രാറ്റുലേറ്റ് ദം. താങ്ക് യു. Attack!